ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്രൂസ് കിച്ചൺ. പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പഴംപൊരി ഉണ്ടാക്കുന്ന അതേ ഒരു ചെറിയൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. കുട്ടികൾ പഴംപൊരിയൊക്കെ കഴിച്ച് മടുത്തിട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ അധികം പഴുക്കാത്ത പഴവും കൂടി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഴം എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ സ്ക്വയറായിട്ടാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം ഇങ്ങനെ ചെറുതാക്കി അങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ ഇനി മുതൽ ഇവിടെ പഴംപൊരി ഒന്നും ഉണ്ടാക്കണ്ട, ഇങ്ങനെ തന്നെ ഉണ്ടാക്കി മതി എന്നാണ് കേട്ടോ അവരൊക്കെ പറയണത്. കാരണം അവർക്കൊക്കെ അത്രയ്ക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു പഴം വെച്ചെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ, എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല കേട്ടോ. അത് ഞാനും യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ട് ഞാനും പഠിച്ചെടുത്തു. അങ്ങനെ പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ബ്രെഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡിന് പകരം റസ്ക് ആണെങ്കിലും മതി. കട്ട്ലൈറ്റിനൊക്കെ നമ്മൾ പൊടിച്ചെടുക്കില്ല, അതേപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് ഇതിൽ മിക്സിൻ്റെ ജാറിലൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊന്നും ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, എല്ലാം കൂടെ അങ്ങോട്ട് അതിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കോഴിമുട്ടയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മുട്ട ഒരു പാത്രത്തിൽ ഉടച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു മുട്ട അങ്ങനെ ഉടച്ചൊഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എത്ര വേണം എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലായില്ല. ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ അതിലിതാ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ രൂപമൊക്കെ കുറച്ചിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. പിന്നെ അടുത്തതായിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ മുറിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ മൈദപ്പൊടിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ കോഴിമുട്ടയുണ്ടല്ലോ, ഉടച്ച് വെച്ച കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഭാഗം ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ റസ്ക് പൊടിയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പഴംപൊരിയൊക്കെ കഴിച്ച് മടുപ്പായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഞാൻ പിന്നെ റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മുഴുവനും ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പോൾ രണ്ട് കൈ നമുക്കിതിന് എന്തായാലും വേണമല്ലേ. ഒരു കയ്യിൽ മുട്ടൻ്റെയൊക്കെ ആകുമ്പോൾ പിന്നെ അത് കുറച്ച് ഇടങ്ങേറും ബുദ്ധിമുട്ടും ആവില്ലേ. അപ്പോൾ ഞാനിതെല്ലാം സമാധാനത്തിൽ ആദ്യം ഒരു മൈദപ്പൊടിയിൽ മുക്കിയെടുത്തു, പിന്നെ മുട്ടയിൽ മുക്കിയെടുത്തു. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് പൊടി ഉണ്ടല്ലോ അതിലും കൂടെ മുക്കിയെടുത്തിട്ട് എല്ലാം ഒരു പ്ലേറ്റിൽ അങ്ങോട്ട് ആക്കി വെക്കണം കേട്ടോ. അങ്ങനെ അത് മുഴുവനും ഞാനൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാന് വെച്ച് കൊടുത്തിട്ട് കൂടുതൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ, ചെറിയ തോതിൽ കുറച്ച് എണ്ണ മതി. അപ്പോൾ അതിലങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ മതിയല്ലോ എന്ന് കരുതിയിട്ട്, വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ഒരുപാട് നേരമൊന്നും നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ റസ്ക് പൊടിൻ്റെ ഇതൊക്കെ ഒന്ന് അതിലൊന്ന് പിടിച്ചൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നല്ല ക്രിസ്പിയും ആകുമൊക്കെ നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. കൂട്ടി വെച്ചാൽ ആകെ കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടപ്പോൾ എണ്ണ കുറച്ച് നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീ എപ്പോഴും ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി, ഒരുപാട് എണ്ണ കുടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ സ്നാക്സൊക്കെ നിങ്ങൾക്കിന്ന് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.